വിവിധ സിനിമകളുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. അതിൽ ആദ്യത്തെ സിനിമ നമ്മുടെ മലയാളത്തിൽ നിന്നും കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ നടികർ എന്ന സിനിമയുടെ ആദ്യ തിങ്കളാഴ്ച ട്രാക്കിംഗ് റിപ്പോർട്ടാണ്. ഇന്നലെ ഞായറാഴ്ച ഇതേ സമയം 35 ലക്ഷത്തിന് മുകളിലായിരുന്നെങ്കിൽ ഇന്ന് സിനിമയുടെ ആദ്യ തിങ്കളാഴ്ച 13 ലക്ഷമായിട്ട് ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് കളക്ഷൻ കുറഞ്ഞിരിക്കുകയാണ്. നാലാം ദിവസം തിങ്കളാഴ്ച ദിവസം ഇന്ന് മാത്രം ഏകദേശം 25 ലക്ഷത്തിന് മുകളിൽ കേരള ഗ്രോസ് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തോടെ വേൾഡ് വൈഡ് കളക്ഷൻ 5,50,00,000 മുകളിലേക്ക് എത്തുമെന്നും പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നടികർ എന്ന സിനിമ തിയേറ്ററുകളിലെ വൻ ദുരന്തമായിട്ട് മാറിയിരിക്കുകയാണ്. ഇനി ബോളിവുഡിലെ 2 ദുരന്ത സിനിമകളുടെ കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഇത് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ 2 ഹിന്ദി സിനിമകളിൽ ഒന്നാണല്ലോ അജയ് ദേവ്ഗൺ നായകനായി എത്തിയ മൈതാൻ. 50,74,00,000 ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് നെറ്റ് കളക്ഷനായിട്ട് നേടിയെടുത്ത സിനിമയുടെ വേൾഡ് വൈഡ് ഇതുവരെയുള്ള കളക്ഷൻ 65 കോടിയാണ്. ഏകദേശം 200-250 കോടി റേഞ്ചിലാണ് സിനിമയുടെ ബഡ്ജറ്റ് എന്ന് അറിയാനായിട്ട് കഴിയുന്നു. റീമേക്ക് സിനിമകൾ ചെയ്ത് വിജയിച്ചെങ്കിലും ഇപ്പോഴത്തെ ഒരു സ്പോർട്സ് ഡ്രാമ സിനിമ അതും മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുത്തിട്ടും തിയേറ്ററുകളിലെ വൻ ദുരന്തമാകുന്ന കാഴ്ചയാണ് അജയ് ദേവ്ഗണിന്റെ കാര്യത്തിൽ കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തി ഏറ്റവും പുതിയ തമിഴ് ഹൊറർ ത്രില്ലർ സിനിമയാണല്ലോ അരൺമനൈ 4. സിനിമയ്ക്ക് ആദ്യ ദിവസം തന്നെ മികച്ച അഭിപ്രായങ്ങളായിരുന്നു ലഭ്യമായത്. ഇപ്പോഴത്തെ സിനിമയുടെ ആദ്യ 3 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പുറത്തു വരുമ്പോൾ 25 കോടിയിലേക്ക് സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. ഗില്ലിയുടെ റീ റിലീസ് അല്ലാതെ 2024 വർഷത്തിലെ ആദ്യത്തെ തമിഴ് ഹിറ്റായിട്ട് അരൺമനൈ 4 മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. രത്നം ഒരാഴ്ച മുന്നേ തിയേറ്ററുകളിലേക്ക് എത്തിയ മറ്റൊരു തമിഴ് സിനിമയാണല്ലോ. ഭേദപ്പെട്ട അഭിപ്രായങ്ങളാണ് വിശാൽ നായകനെത്തിയ സിനിമ നേടിയെടുത്തതെങ്കിൽ പോലും ചിത്രം തിയേറ്ററുകളിൽ വിജയിക്കാതെ പോകുകയാണ്. 40 കോടിയിലേറെ ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ നിലവിൽ 27 കോടിയിലേക്കാണ് എത്തപ്പെട്ടിരിക്കുന്നത്. ബോളിവുഡിൽ നിന്നും ഇത് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തി തിയേറ്ററുകളിലെ വൻ ദുരന്തമായ സിനിമയാണല്ലോ ബഡേ മിയാൻ ചോട്ടേ മിയാൻ. നമ്മുടെ പൃഥ്വിരാജ് വില്ലൻ വേഷത്തിലെത്തിയ അക്ഷയ് കുമാർ, ടൈഗർ ഷറോഫ് തുടങ്ങിയവരെ നായകന്മാരായിട്ട് എത്തിയ സിനിമയുടെ ഫൈനൽ കളക്ഷൻ 100 കോടി രൂപ പോലും ടച്ച് ചെയ്തിട്ടില്ല എന്നാണ് പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ നിലവിൽ 95 കോടിയാണ്. 300-350 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമ ബോക്സ് ഓഫീസിൽ വലിയ ദുരന്തമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഒപ്പം തന്നെ വൻ നഷ്ടമുണ്ടായിരിക്കുകയാണ്. ഒരുപക്ഷെ ഒരു മലയാളി നടൻ അഭിനയിച്ച എല്ലാ ഭാഷകളിൽ നിന്നുള്ള സിനിമകളിൽ ഏറ്റവും വലിയ നഷ്ടമുണ്ടാക്കിയ സിനിമ അത് ബഡേ മിയാൻ ചോട്ടേ മിയാൻ ആയിരിക്കുമെന്നാണ് നാം കരുതുന്നത്. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട്.